നമ്മൾ ഒരു കുടുംബം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് ഫാമിലി, ഒന്ന് ബാഡ് ഫാമിലിയും ഒന്ന് ഗുഡ് ഫാമിലിയും എന്നാണ് ഞാൻ ഇതിൽ എഴുതിയുള്ളൂ. എല്ലാവരും നല്ല മനുഷ്യരാണ്, പക്ഷേ എങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടി നമ്മളിങ്ങനെ എഴുതുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകനുണ്ടായി, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. പിന്നീട് ഇവർക്ക് രണ്ടാമതൊരാളുണ്ടാകുന്നു, മൂന്നാമതൊരാളുണ്ടാകുന്നു, നാലാമതൊരാളുണ്ടാകുന്നു. 4 പേരെ നമുക്ക് കൂട്ടാം. ഈ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ ഗുണഗണങ്ങളും കിട്ടുന്ന ആളാണ് ഈ ഫസ്റ്റിലത്തെ ആൾ. ഏകദേശം അച്ഛൻ്റെ അതേ സാദൃശ്യം തന്നെ വരും, അച്ഛൻ്റെ അതേ പകർപ്പായിരിക്കും ഈ ആൾക്ക് വരിക. അവിടുന്ന് പിന്നെ ഇതിലേക്കാണ് വരുന്നത്. ഇത് ഇങ്ങനെ വരും, പക്ഷെ ഇവിടെ നിന്നൊരു കണക്ഷൻ ഇങ്ങനെ വരും. ഇത് ഇങ്ങനെ വരും, പക്ഷെ ഇവിടെ നിന്നൊരു കണക്ഷൻ ഇതിലേക്ക് വരും. ഇവിടെ ഇത് ഇങ്ങനെ വരും, ഇവിടെ നിന്നൊരു കണക്ഷൻ ഇങ്ങനെ വരും, പിന്നെ ഇവിടെ നിന്ന് കണക്ഷൻ വരും. ഇങ്ങനെയാണ് കുടുംബം എന്ന് പറഞ്ഞ ഒരു സംവിധാനം. അപ്പം ഈ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു മകന് ഒറ്റ രീതിയിലേക്കും കണക്ഷൻ ഉണ്ടാകുക, ഇങ്ങനെ കണക്ഷൻ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടുന്ന് രണ്ടാമത് വരുന്ന മകനിലേക്ക് ഈ അച്ഛനും അമ്മയുടെ കണക്ഷൻ ഇങ്ങനെ വരും, പിന്നെ മൂന്നാമതൊരാളുടെ കണക്ഷനും കൂടി വരും, ഇങ്ങനെ വരും. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ഇതിലേക്കൊരു കണക്ഷൻ വരും, പിന്നെ ഇതിൽ നിന്നും ഇതിലേക്കൊരു കണക്ഷൻ വരും. ഇങ്ങനെയാണ് വരുന്നത്. രണ്ടാമത്തെ ആൾക്ക് ജ്യേഷ്ഠൻ, അമ്മ, അച്ഛൻ, ഈ ഒരു ബന്ധത്തിലേക്ക് വരും. എന്നാൽ മൂന്നാമത്തെ ആൾക്ക് ഇതിലേക്കൊരു ബന്ധത്തിൻ്റെ ഒരു കണക്ഷൻ്റെ ഇമോഷണലി കണക്ഷൻ വരുന്നില്ല. ഇവിടുന്ന് ഒരു ബന്ധം ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് വരും. നാലാമതൊരാൾക്ക് ഇവിടുന്ന് ഒരു കണക്ഷൻ വരും, ഒരു അനുജൻ എന്നൊരു സ്ഥാനം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇവിടുന്ന് ഈ കണക്ഷൻ ഇങ്ങോട്ട് വരും, ഈ കണക്ഷൻ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഇതൊരു കേന്ദ്ര ബിന്ദുവാണ്. ഈ ഒരു കുടുംബത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അംഗീകാരം ഇവിടെയാണുള്ളത്. ഇവിടെയാണ് ഈ കുടുംബത്തിൻ്റെ എല്ലാ കഥകളും ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും അതേ പകർപ്പിൽ അറിയാവുന്ന ആൾ ഈ ആളാണ്. അച്ഛൻ്റെതായ സ്വഭാവ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇവിടേക്കാണ്. പിന്നീട് ഈ ആളുടെ നിയന്ത്രണത്തിലാണ് ഈ മൂന്നും നിൽക്കുന്നത്. ഇവിടെ ഒരു വിഷയം സംഭവിച്ചാൽ ഈ ആൾ ഇത് ശ്രദ്ധിക്കും. ഈ ആളുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ അച്ഛൻ ഇല്ലാതാകുന്ന സമയത്ത്. ഈ അച്ഛൻ ഇല്ലാതാകുന്ന സമയത്ത് ഈ ആൾക്ക് ഇങ്ങോട്ടായിരിക്കും പൊസിഷൻ വരിക. അമ്മയ്ക്ക് മകനാണെങ്കിലും അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവ് സംസാരിക്കുന്ന ഭാഷകൾ മനസ്സിലാകുന്ന ആളുടെ സ്ഥാനത്തേക്ക് ഇയാൾ വരികയാണ്. ഈ ആൾക്കും അതിന് കഴിയില്ല എന്നല്ല, അതിനുള്ള പക്വത ഇവർ എത്ര പ്രായം കഴിഞ്ഞാലും എത്തില്ല. അച്ഛൻ മരിച്ചാൽ മൂത്ത ജ്യേഷ്ഠനാണ് അവിടുത്തെ സ്ഥാനം വരിക. ആ മൂത്ത ജ്യേഷ്ഠന് അച്ഛനെ അറിയുന്നത് പോലെ ഇവർക്ക് 3 പേർക്കും അറിയില്ല. ഈ മൂത്ത ജ്യേഷ്ഠന് അമ്മയെ അറിയുന്നത് പോലെ ഇവർക്ക് 3 പേരെ അറിയില്ല. എന്നാൽ അച്ഛനോട് കണക്റ്റഡായി കിടക്കും ഇത്. എന്നാൽ അമ്മയ്ക്ക് ഇതെല്ലാം ഒരുപോലെ കണക്റ്റഡായി കിടക്കും. ഇങ്ങനെയാണിത് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അച്ഛനില്ലാത്ത സമയത്ത് ഈ ആളോടാണ് ചോദിക്കേണ്ടത്. അതായത് മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ വല്യേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. വല്യേട്ടൻ ധിക്കരിച്ചുകൊണ്ട് ഒന്നിനും ഈ 3 പേരും പോകാൻ പാടില്ല. കാരണം വല്യേട്ടൻ അറിയുന്നത് പോലെ ഇവർക്ക് ആർക്കും ഒന്നും അറിയില്ല. ബാലേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞിട്ട്, കഥാപാത്രത്തിൽ മോഹൻലാൽ പറയുന്നുണ്ട്. അതായത് എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന അച്ഛൻ്റെ ഹൃദയം സൂക്ഷിക്കുന്ന ആളാണ് മൂത്ത ജ്യേഷ്ഠൻ. പക്ഷേ ഞാനിവിടെ ഈ അടയാളപ്പെടുത്തിക്കുന്ന ഒരു ബാഡ് ഫാമിലിയെ കുറിച്ചാണെന്ന് മാത്രം. ബാഡ് ഫാമിലിയുള്ള ഞാനിത് ഈ പറഞ്ഞത് ഇവിടെയാണ് പറയേണ്ടിരുന്നത്. ഇവിടെ പറയുമ്പോൾ എന്താ സംബന്ധിച്ചാൽ അച്ഛൻ്റെ സ്വഭാവം പോലെ ഇരിക്കും ഇവിടെ വരുന്ന സ്വഭാവം. ഇതൊരു ബാഡ് ഫാമിലിയാണ് കൂട്ടുക. എങ്കിൽ ഈ അച്ഛന് ഒരു മദ്യപാനിയെന്ന് കൂട്ടുക. വല്ലാതെ മദ്യപിച്ച് അലമ്പ് കളിച്ച് കിടക്കുന്ന സ്വഭാവമുള്ള ആളാണ്. എന്നാൽ അതേ സ്വഭാവം ചിലപ്പം ഈ 3 പേർക്കും കിട്ടൂല, ഈ ആൾക്ക് കിട്ടും.
ഈ ആളായിരിക്കും പിന്നെ അച്ഛൻ്റെ അതേപോലെ. നമ്മൾ ചില ഫാമിലിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മൂത്ത ആൾ അച്ഛനെ പോലെ വെള്ളം അടിച്ച് നടക്കും, ഒരു തുണ ഉണ്ടാവില്ല. അച്ഛൻ്റെ അതേ സ്വഭാവ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ മൂത്ത ആൾക്കാർക്ക്. ഈ മൂത്ത ആളെ അച്ഛനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഈ 4 പേരും ആദ്യം അനുഭവിച്ചു വന്നു. പിന്നെ അത് കഴിയുമ്പോൾ മൂത്ത ജ്യേഷ്ഠനെ കൊണ്ടായിരിക്കും ഈ 3 പേരും ആ ബുദ്ധിമുട്ട് അനുഭവിക്കുക, അമ്മയടക്കം. അപ്പോൾ ഇതൊരു ബാഡ് ഫാമിലിയിൽ വരുന്ന വിഷയമാണ്. അച്ഛൻ്റെ അതേ സ്വഭാവം കിട്ടും മൂത്ത ആൾക്ക്. ബാക്കി 3 പേരും ഒരു തണലില്ലാത്ത രീതിയിൽ, ഇവരിങ്ങനെ ഒരു അഡ്രസ്സ് ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഗുഡ് ഫാമിലി എന്ന് പറയുന്ന സംഭവത്തിലാകുമ്പോൾ അച്ഛൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ മൂത്ത ജ്യേഷ്ഠനാണ്. ഈ 3 പേരും ഈ ആൾക്ക് ഒരു അനുജന്മാർ അല്ല, അനിയത്തിമാർ മാത്രമല്ല, അച്ഛനാണ്. അച്ഛൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ അച്ഛന് തുല്യം ആണ് ഇവർ 3 പേരും. പക്ഷേ ഈ 3 പേരും മൂത്ത ജ്യേഷ്ഠനായിട്ട് കാണുമ്പോൾ മൂത്ത ജ്യേഷ്ഠൻ ഇവരെ 3 പേരെയും മക്കളായിട്ടാണ് കാണുന്നത്. അതായത് അച്ഛൻ്റെ മൂത്ത മകനാണല്ലോ, അപ്പം തൻ്റെ മക്കളായിട്ടാണ് ഈ മൂത്ത ജ്യേഷ്ഠൻ ഈ 3 പേരെയും കാണുക. അപ്പം ഇവിടെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ഈ ജ്യേഷ്ഠന് എതിരഭിപ്രായം എന്തെങ്കിലും പറഞ്ഞാൽ ആ സ്ഥാനം കൊണ്ടാണ് എന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്, അച്ഛൻ്റെ ജീവിതം കൊണ്ടും പഠിച്ചു വന്ന ഒരാളാണ് ഇയാൾ. ആദ്യമായി ലോകത്ത് ഈ ഒരു ഫാമിലിയെ കണ്ട്, ഈ ഒരു കുടുംബത്തെ കണ്ട് അവരെ അറിയുന്ന ഏക വ്യക്തി ഈ ഒരാളാണ്. ഇവർക്ക് 3 പേർക്കും അറിയില്ല, കാരണം ഈ 3 പേരും ഈ 2 തണലിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ പറഞ്ഞത്. ഈ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പം നമ്മൾ പോയി അതിനെക്കുറിച്ച് വിശദീകരിച്ച് ചർച്ച ചെയ്ത് പറഞ്ഞു കൊടുത്തതിലെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. കാരണം ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ അച്ഛനോളം തുല്യത ഉള്ള ആളാണ്. പിന്നീട് അഭിപ്രായം ചോദിക്കുന്നത് ഈ 4 പേരും അഭിപ്രായം ചോദിക്കുന്നത് ഈ ആളോടാണ്. ഇതാണ് മൂത്ത ജ്യേഷ്ഠൻ. മമ്മൂട്ടിയുടെ കഥാപാത്രം പോലെ വല്യേട്ടൻ, മോഹൻലാലിൻ്റെ കഥാപാത്രം പോലെ ബാലേട്ടൻ എന്നൊക്കെ പറയുന്ന ജ്യേഷ്ഠൻ. അപ്പം ഒരു നല്ലൊരു കുടുംബമാണെങ്കിൽ വല്യേട്ടനോട് ചോദിക്കാതെ ഒരു തീരുമാനവും ഈ 3 പേരും എടുക്കാൻ പാടില്ല. ഒരു ബാഡ് ഫാമിലി ആണെങ്കിൽ വല്യേട്ടനെ പോലെ 3 പേരും ആവാതിരിക്കുക. അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് മാറുന്നത് കൊണ്ടാണ്, അതങ്ങനെ അതുകൊണ്ടാണ്. അപ്പം ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.